ചെങ്ങൈമാരുടെ എന്ത് കഥയപ്പോ. മുസ്ലിം സ്ത്രീകളുണ്ടല്ലോ, ചില സ്ത്രീകള് പെട്ടെന്ന് കാശാവാനും വേണ്ടിയിട്ട് കാര്യങ്ങൾ നടക്കാതിരിക്കാനും വേണ്ടിയിട്ടില്ലേ വ്യാജ പണ്ഡിതന്മാരെടുത്ത് പോകുന്ന കഥ ഞാൻ ഇതിനു മുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഒരുപാട് സ്ത്രീകൾ ചീത്ത പറഞ്ഞ്. നിങ്ങൾ പറഞ്ഞോ ഇപ്പൊ എന്ത് സംഭവം എന്നറിയോ? ഒരു പെണ്ണുങ്ങള് ഒരു വ്യാജസിദ്ധനോ മറ്റൊന്നും എനിക്കറിയില്ല പോയിട്ടാകുമ്പോ പിന്നെ പോയി വന്നതിന് ശേഷം മെസ്സേജ് പോലും രാത്രിയൊന്നില്ല പകലൊന്നില്ല. എന്തിനീ നോട്ടിഫിക്കേഷന്? ഞാൻ പറഞ്ഞല്ലേട്ടാ, ഇതൊരു സഹോദരന്റെ ഒരു വീഡിയോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ സാധിച്ചു. മൂപ്പര് കളവ് പറയില്ല ഒരിക്കലും, അതെനിക്കൊരു പൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി എന്റെ ചെങ്ങൈമാറ. ഞാനിപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യം പറയാനാട്ടോ. കാരണം നമ്മുടെ നാട്ടിലല്ലേ, അതും കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരും വേണ്ടപ്പെട്ട് നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ കൂടിപ്പാഞ്ഞ് ഓടിയിരുന്ന എങ്ങോട്ടാ? ഏതെങ്കിലും തങ്ങന്മാരെടുത്തേക്കോ അല്ലെങ്കിൽ സിദ്ധന്മാരെടുത്തേക്കോ ഇന്നലെ മുതൽ പൊട്ടിമുളച്ച സത്യം സിദ്ധന്മാരടുത്തേക്കോ തെങ്ങന്മാരടുത്തേക്കോ ഓടിച്ചെല്ലും. എന്റെ ആ കാര്യം ശരിയായിട്ടാ. ഓരോരുത്തരുടെ അടുത്തേക്കാണ് നമ്മളൊക്കെ പോകുന്നത്. അങ്ങനത്തെ ഒരാളെ കുറിച്ച് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്റെ വീഡിയോ കാണുന്ന ഒരു സഹോദരി എനിക്ക് അയച്ചു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സഹോദരി അവളെ വിഷമങ്ങൾ പറയാൻ വേണ്ടി ഒരു ദിവസം അങ്ങോട്ട് പോയതാണ്. അങ്ങനെ അയാളുമായിട്ട് പരിചയപ്പെടുന്നു. അയാൾ വീണ്ടും വിളിച്ചു, വീണ്ടും പോയി. പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തുനിന്നുണ്ടായ സമീപനം വളരെ 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 മോശപ്പെട്ടതായിരുന്നു. ഇങ്ങനെ ഈ ഒരു സഹോദരി ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് എത്ര സഹോദരിമാർ ഈ പീഡനം അനുഭവിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും പറയാൻ എല്ലാവരും മടി കാണിക്കുന്നുണ്ടാവും. കാരണം ഞാൻ പുറത്ത് പറയാൻ പറ്റില്ലല്ലോ ഇത്. ഞാനൊരു ഇത് വ്യാജാസിന്റെ അടുത്ത് പോയിട്ട് ഓൻ എന്നെ ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ലല്ലോ. നിങ്ങൾ അനുഭവിച്ചോ. കാരണം ചില കടിമൂത്ത ചില ആളുകളുണ്ടാവും ഇങ്ങനത്തേന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ ആ സഹോദരിനോട് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പം അവര് പറഞ്ഞെന്തറിയോ, അയാള് ഭയങ്കര സിദ്ധുള്ള ആളാണ്, എല്ലാം അറിയുന്ന ആളാണ്, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ചെയ്തിക്ക് പറ്റിക്കിട്ടോ. അങ്ങനെ ആ തങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ അയച്ചു. തങ്ങളൊന്നല്ല കേട്ടോ, ഒരുപാട് പേരെ ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. യൂട്യൂബിൽ നിരന്തരം സലാത്തും മജ്‌ലിസും ഒരുപാട് പേരെ ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയോലും യൂട്യൂബിൽ സലാത്ത് മജ്‌ലിസും നടക്കുന്ന ഒരു വ്യക്തിയോലും. സുബ്ഹാനല്ലാഹ്, എന്തല്ലാഹ്. ഞങ്ങൾക്ക് സഹോദര, ഇത് നിങ്ങൾ തിരിച്ചും വെളിച്ചത്ത് കൊണ്ടുവരണം. ഇങ്ങനത്തെ ഉള്ളവരുടെ മുഖം മൂടി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. പള്ളിന്റെ മിമ്പറിന്റെ ചോട്ടിൽ നിന്ന് ഖുർആനും മജ്‌ലിസുകളുമായി പ്രാർത്ഥനയെ നിരന്തരം നടത്തി ഒരുപാട് മതപണ്ഡിതന്മാരുമായിട്ട് നല്ല അടുപ്പുള്ള ഒരു വ്യക്തിയാണ്. എടോ മനുഷ്യ, എന്നെ ഞാൻ വെല്ലുവിളിക്കുന്നത്, നീ പണ്ഡിതനല്ല. അദ്ദേഹം ആ റൂമിന്ന് ഖുർആനും ഹദീസും പറയുന്നതോടൊപ്പം തന്നെ ആ റൂമിൽ വെച്ച് തന്നെ ഈ പെണ്ണിനോട് പെരുമാറിയ രംഗങ്ങൾ ഞാൻ കൊണ്ടുവരും വിളിച്ചത്. അതുകൊണ്ട് ആ മനുഷ്യനോട് ഞാൻ വെല്ലുവിളിക്കാണ്, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് മുഴുവനും നീ ചെയ്തു. എന്നല്ല, നിനക്ക് ഈ ലോകത്ത് ഒരാളെ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റും. നിന്റെ അടുത്തേക്ക് പടച്ചോന്റെ ഒരു നോട്ടം ഉണ്ടാവില്ല. അതിലും നല്ലത് ഈ മനുഷ്യന്റെ അടുത്തേക്ക് പോകുന്നേക്കും നല്ല ഈ റോഡുമ്മലൂടെ തെണ്ടുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുന്നതും നിങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഈ പൈസ ഉണ്ടല്ലോ പെണ്ണുങ്ങളെ, അവർക്ക് കൊണ്ടുവരുന്ന നേരത്തെ ഭക്ഷണം വാങ്ങി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ വിളിച്ചത് കൊണ്ടുവരും. ഇനി മേലാല് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ പോലും പോവാതെ ഞാൻ ആക്കി മാറ്റും. പക്ഷെ അത് നിങ്ങളില്ലേ എന്റെ സഹോദര, നിങ്ങൾ ആളെ വെളിച്ചത്ത് കൊണ്ടുവന്നാലേ അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാലില്ലേ, ഈ സ്ത്രീകള് ഇങ്ങനെയുള്ള വ്യാജാസിദ്ധന്റെ അടുത്തൊക്കെ തനിച്ചാണ് പോകുന്നത്. മക്കളെ വരെ കൂട്ടില്ല. അപ്പൊ ആ കൂട്ടിയെങ്ങനെ പുറത്തിരുത്തിട്ടായിട്ടാണ് അവരെ റൂമിലേക്ക് പോകുന്നത്. പിന്നെ ഈ വ്യാജാസിദ്ധനെ മാത്രം തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകൾ ഞങ്ങൾ പറയണം. അദ്ദേഹത്തിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ നോക്കട്ടെ. ഒരുപാട് ആളുകളുമായി സംസാരിച്ച് ഒന്നുകിൽ നീ ഈ പണി നിർത്തി പോകണം, അതല്ലെങ്കിൽ എന്നെ വിളിച്ചത് കൊണ്ടുവരുന്ന ചെയ്യും. ഉറപ്പ്, ഒരു സംശയമില്ല. പിന്നെ ഞാൻ എൻ്റെ കമന്റ് ബോക്സ് ഒഴിവാക്കിയിട്ട് എന്തിനാന്ന് വെച്ചാൽ പലരും ചോദിക്കും, കമന്റ് ബോക്സ് എന്തിനാ ഒഴിവാക്കിയിട്ട്? മറ്റൊന്നിനല്ല പ്രിയപ്പെട്ട, ഞാൻ ചെയ്യുന്നതൊക്കെ കല്യാണ വീഡിയോകളല്ലേ. ആ കല്യാണ വീഡിയോകൾക്ക് നിങ്ങൾക്ക് ഞാൻ നമ്പർ, നിങ്ങളൊരു 10 ആൾ എനിക്ക് പെണ്ണുങ്ങളുടെ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ 8 ആളും ഫേക്കന്മാരാണ്. ഈ 8 ആൾക്കും നമ്പർ ഞാൻ ആ പെണ്ണുങ്ങളുടെ ഡീറ്റെയിൽസ്, നമ്പറും ഫോട്ടോയും കൊടുക്കാത്തതുകൊണ്ട് വളരെ മോശമായ കമന്റുകൾ നിങ്ങൾ എന്നെക്കുറിച്ചും അവരെ കുറിച്ചും ഒക്കെ അതിൽ എഴുതി വിടുന്നുണ്ട്. അപ്പൊ അവര് തന്നെ പറയുന്നത് എന്താ, ദയവ് ചെയ്തൊക്കെ ഡിലീറ്റ് ആക്കി, ഞങ്ങൾ വീഡിയോ വേണ്ടെന്ന് ആ പെങ്ങന്മാർ പറയുന്നത് കൊണ്ടാണ് കമന്റ് ബോക്സ് ഞാൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണ് ടിക്ടോക്കിലാണെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഓക്കെ, ഞാൻ രാത്രി എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ എൻ്റെ വാട്സപ്പിലും ടിക്ടോക്കിലും എല്ലാം ഉണ്ടാവും നിങ്ങളൊപ്പം. പക്ഷേ
ആ ചെറ്റനെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. തീർച്ചയായിട്ടും ആ വ്യാജസിദ്ധൻ ആരാണോ പ്രിയപ്പെട്ട സഹോദര, നിങ്ങളത് വെളിച്ചത്ത് കൊണ്ടുവരണം. ഇനി ഒരാൾക്ക് അങ്ങനെയുള്ള തെറ്റ് പറ്റാതിരിക്കാനും വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സഹോദരൻ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഈ ആളെ നിങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നാലേ അത് മറ്റുള്ളവർക്കും അറിയും. എന്നാലും പോയില്ലാല അടുത്തേക്ക്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിന്. എത്ര സ്ത്രീകളിട്ട എന്നെ തെറി പറഞ്ഞത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ളവരടുത്ത് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് എനിക്ക് ഒരുപാട് തെറികൾ കേട്ടി, ഒരുപാട് തെറി. അത് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ സ്ത്രീകളാണ്. വല്ലാത്ത സംഭവമല്ലേ. നിങ്ങൾക്ക് അറിയാണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോ. എന്നിട്ട് അവിടെ പോയിട്ടായിട്ട് പറയുന്നെന്ത്, ഞങ്ങൾക്ക് അത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടാ, മറ്റേ ശരിയായിട്ടാ, അതാണ് നിങ്ങൾ പറയുന്നുള്ളത്. അത് ശരിയാകുന്നില്ല ഉസ്താദെ, ഞങ്ങൾക്ക് അത് ശരിയാക്കണം. നിങ്ങൾ എന്ന് വെച്ചാൽ ആത്മാർത്ഥതയോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കും, നിങ്ങളെ കാര്യങ്ങൾ നടത്തിത്തരും. എന്തിന് ഈ വ്യാജാസിദ്ധൻ്റെ അടുത്തെല്ലാം പോയിട്ട് എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ഇതാക്കുന്ന? ഒന്നിക്കലും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോയിക്കോ, അവർക്ക് കൊടുക്കുന്നെങ്കിൽ കൊടുത്തോ, അത് വേറെ വിഷയം. ഇങ്ങനെ ജീവിക്കുന്ന എത്ര ആൾ നമ്മൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും പ്രിയപ്പെട്ട ആ സഹോദരൻ ഈ വ്യക്തിനെ തീർച്ചയായിട്ടും വെളിച്ചത്ത് കൊണ്ടുവരണം, ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.